ഹായ്, ഞാൻ സജിത വിപിൻ. വിബീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ഒരു അയിലക്കറിയാണ്. തേങ്ങ അരച്ച് നല്ല മാങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് അടിപൊളി ഒരു അയിലക്കറി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെൽ ബട്ടൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ അയില കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി, 3 പച്ചമുളക്, മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ കടുക്, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനങ്ങളാണ് നമുക്ക് അയിലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ. നമ്മൾ ചട്ടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമയൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ 1 സ്പൂൺ 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതേ അളവിൽ തന്നെ നമുക്ക് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയോടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ 1/2 കപ്പ് തേങ്ങ എടുത്തിരിക്കുന്ന അതിനകത്തോട്ട് ഈ 1 സ്പൂണിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് സാദാ മുളക് പൊടി കാശ്മീരിയും കൂടെ മിക്സ് ചെയ്താണ്. അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ നല്ലതായിട്ട് വാടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പച്ചമുളകും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങ നമ്മൾ തൊലി കളയാതെ എടുത്തിരിക്കുന്നത്, കാരണം അല്ലെങ്കിൽ അവിഞ്ഞ് പോകും. അതുകൊണ്ടാണ്. ഇങ്ങനെ ഇടുവാണെങ്കിൽ അവിയാതെ നമുക്ക് അതുപോലെ തന്നെ കിട്ടും. നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് മൂടി വയ്ക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് നമുക്കിത് ഒന്നുകൂടെ മീനൊക്കെ ഒന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേരുവകളെല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വേണമെങ്കിൽ തക്കാളി ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുളി മാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല. അത് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുത്തിരിച്ചോറിൻ്റെ പുറത്തോട്ട് നമുക്കതൊന്ന് വെച്ച് കഴിക്കാം.
അപ്പോൾ നമ്മൾ മാങ്ങയായിട്ട് തേങ്ങ അരച്ച് വെച്ചാൽ നമ്മുടെ അടിപൊളി അയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ആ പുളിയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.